ചൂടിന്റെ കാഠിന്യത്തിലും ജലസമൃദ്ധമായ ഒരു ജലാശയമുണ്ട് ഇടുക്കിയിൽ. മിക്ക ഡാമുകളും വറ്റിവരളുമ്പോൾ നിറഞ്ഞു തുളുമ്പിക്കിടക്കുകയാണ് ആനയിറങ്കൽ ഡാം. മണ്ണ് കുഴച്ച് അതിൽ കല്ല് നിരത്തി നിർമ്മിച്ചിരിക്കുന്ന ആനയിറങ്കലിന്റെ വിശേഷങ്ങൾ കാണാം. തേയിലച്ചെരുവുകൾ അതിരു പങ്കിടുന്ന ആനയിറങ്കലിന്റെ വശ്യ സൗന്ദര്യം ഇടുക്കിയിലെ ഏറ്റവും മനോഹരമായ കാഴ്ചകളിൽ ഒന്നാണ്. കത്തുന്ന വേനൽ ചൂടിലും നിറഞ്ഞു തുളുമ്പിക്കിടക്കുന്ന ജലസംഭരണി. പന്നിയാർ പുഴയുടെ ഉത്സവ മേഖലയിൽ നിർമ്മിച്ചിരിക്കുന്ന അണക്കെട്ടിന്റെ ഒരു ഭാഗത്ത് മതികെട്ടാൻ ചോല വനമേഖലയാണ്. കാടും തേയിലച്ചെരുവുകളും ആസ്വദിച്ചുള്ള ആനയിറങ്കൽ കാഴ്ചകൾ വിനോദസഞ്ചാരികൾക്ക് ഏറെ ആസ്വാദികരമാണ്. ഇവിടുത്തെ നമുക്കൊരു സ്പീഡ് ബോട്ടിംഗ് ഇവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ ആ ഒരു ബോട്ടിങ്ങില് നമുക്ക് യൂഷ്വലി നമ്മൾ പോകുന്ന ബോട്ടിംഗ് പോലെയല്ല തോന്നിയത്. കാരണം നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെങ്ങനെ ഇപ്പൊ ഒരു കാശ് വാങ്ങിച്ച് വെറുതെ നമുക്കൊരു സൈറ്റ് സീയിങ് പോലെ കൊണ്ട് കാണിക്കുന്ന പോലെയല്ല. നമുക്കത് ശരിക്ക് അവർ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മളെ വളരെ സേഫായി എല്ലാ സ്ഥലങ്ങളും കൊണ്ട് കാണിച്ച്, അതും ആ ഒരു ബോട്ടിന്റെ ത്രില്ലും അതിന്റെ ഒരു എൻജോയ്മെന്റ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്തു. 1967 റിപ്പബ്ലിക് ദിനത്തിലാണ് ആനയിറങ്കൽ ഡാം കമ്മീഷൻ ചെയ്തത്. സംസ്ഥാനത്തെ മറ്റു ഡാമുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ ജലാശയം. പശമണ്ണ് കുഴിച്ച് നിർമ്മിച്ച തടയണയിൽ കരിങ്കൽ പാളികൾ പതിപ്പിച്ചാണ് ഡാം ഒരുക്കിയിരിക്കുന്നത്. മറ്റ് അണക്കെട്ടുകൾ ജലസമൃദ്ധമാകുന്ന കാലവർഷത്തിൽ അധികം വെള്ളം ഇവിടെ ഉണ്ടാകാറില്ല. കാലവർഷ പെരുമഴയിൽ ഇടുക്കിയിൽ 2 അടി വരെ വെള്ളം ഉയരുമ്പോൾ ആനയിറങ്കലിൽ പരമാവധി 20 സെന്റിമീറ്ററാണ് ജലനിരപ്പ് ഉയരുക. തുലാമഴയിലാണ് അണക്കെട്ട് ജലസമൃദ്ധമാകുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്നുള്ള മലകളിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളമാണ് അണക്കെട്ടിനെ ജലസമൃദ്ധമാക്കുന്നത്. നിലവിൽ നിറഞ്ഞുകിടക്കുന്ന ഡാം തുറന്ന് വെള്ളം പന്നിയാറിലൂടെ പൊന്മുടിയിലേക്ക് ഒഴുകുകയാണ്. നമ്മൾ തുറന്നു വിട്ട് വെള്ളം കംപ്ലീറ്റ് പറ്റുന്നോളം എന്ന് പറഞ്ഞാൽ ജൂൺ മാസം വരെ നമ്മുടെ ഡാമിൽ വെള്ളം തുറന്നു വിടും. പിന്നെ ഡാമിൽ ഒഴുകിപ്പോകാനുള്ള വെള്ളം ഉണ്ടാവുകയില്ല. അതിനുശേഷം നമ്മൾ അടച്ചു കഴിഞ്ഞിട്ട് ജൂണിൽ തൊട്ട് പെയ്യുന്ന മഴവെള്ളം നമ്മൾ സംഭരിച്ച്, എന്നാലും വെള്ളം ആകണമെങ്കിൽ നമ്മൾ തിലാമഴ പെയ്യണം. ഒക്ടോബർ നവംബർ മാസത്തെ മഴയോടുകൂടി വീണ്ടും ആനയിറങ്കൽ ഡാം നിറഞ്ഞൊഴുകും. അങ്ങനെ ഓവർഫ്ലോ ആയി ഒഴുകുന്ന ജലവും നമുക്കൊരു ആനയിറങ്കൽ ഡാമിനെ സംബന്ധിച്ചിടത്തോളം ഒട്ടും നഷ്ടം വരുന്നില്ല. പൊന്മുടി ജലാശയത്തിന്റെ സഹായ അണക്കെട്ടാണ് ആനയിറങ്കൽ. പൊന്മുടിയിലെ ജലനിരപ്പ് താഴുന്നതോടെ പന്നിയാർ പവർ ഹൌസിൽ നിന്നുള്ള വൈദ്യുതി ഉൽപാദനം സുഗമമായി തുടരുന്നതിനാണ് വേനൽക്കാലത്ത് ആനയിറങ്കൽ തുറന്നുവിടുന്നത്. ഡാം തുറക്കുന്നതോടെ വേനൽക്കാലത്ത് പന്നിയാർ പുഴയും ജലസമൃദ്ധമാക്കും. ന്യൂസ് 18 ഇടുക്കി. NDMA